നിങ്ങൾ പുതുതായിട്ട് ഒരു ലാൻഡ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണ്, അവിടെ വീടോ മറ്റു കെട്ടിടങ്ങളോ പണിയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു ആപ്ലിക്കേഷനാണ് കെ സ്മാർട്ട് നോ യുവർ ലാൻഡ്. യൂഷ്വലി ഒരു സ്ഥലം വാങ്ങിയതിന് ശേഷം അവിടെ ഒരു കെട്ടിടം പണിയാൻ വേണ്ടി അപേക്ഷ നൽകുന്ന സമയത്താണ് പലപ്പോഴും നമ്മൾ അറിയുന്നത് അവിടെ പല രീതിയിലുള്ള റെസ്ട്രിക്ഷൻസും അനുമതികളും ആവശ്യമാണ് എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, റെയിൽവേയുടെ അടുത്തുള്ള ലാൻഡാണ് നിങ്ങൾ വാങ്ങിയിട്ട് ബിൽഡിംഗ് പണിയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് റെയിൽവേയുടെ NOC ആവശ്യമായി വരും. അതുപോലെ എയർപോർട്ടിന് അടുത്താണെങ്കിൽ എയർപോർട്ട് അതോറിറ്റിയുടെ NOC വേണ്ടി വരും. പല സമയങ്ങളിലും എയർപോർട്ടിന് അടുത്തുള്ള ലാൻഡിൽ ബിൽഡിംഗ് പണിയുമ്പോൾ ഹൈറ്റ് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവാറുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ NOC നമ്മൾ കളക്ട് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ വാങ്ങുന്ന സ്ഥലം കടലിനടുത്താണ്, അവിടെ നിങ്ങൾ വീടോ ഹോം സ്റ്റേ എല്ലാം പണിയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ ബിൽഡിംഗ് പെർമിറ്റ് കൊടുക്കുന്ന സമയത്തായിരിക്കും പലപ്പോഴും നിങ്ങൾ അറിയുക അത് CRZ ഉള്ളിലുള്ളതാണെന്ന്, അതായത് കോസ്റ്റൽ റെഗുലേഷൻ സോണിൻ്റെ ഉള്ളിലുള്ളതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് കോസ്റ്റൽ അതോറിറ്റിയുടെ NOC ആവശ്യമായി വരും. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് മുൻകൂട്ടി അറിയുന്നതിന് വേണ്ടിയാണ് കേരള ഗവൺമെൻറ് നോ യുവർ ലാൻഡ് എന്നുള്ള ആപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ പല രീതിയിലുള്ള ആഡുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് കുറഞ്ഞ വിലയ്ക്ക് കൂടുതൽ സ്ഥലം അവൈലബിൾ ആണ്. മേ ബി വയനാടായിരിക്കാം, ഇടുക്കി ആയിരിക്കാം, അല്ലെങ്കിൽ മാരാരി ആയിരിക്കാം. അങ്ങനെ പല സ്ഥലങ്ങളിലും നിങ്ങളത് അഡ്വർടൈസ്മെൻറ്റ് സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും എന്തുകൊണ്ടായിരിക്കും ഇത്രയും വലിയ ലാൻഡ് ഈ ചെറിയ പൈസയ്ക്ക് കൊടുക്കുന്നതെന്ന്. അപ്പോൾ അതിന് മുന്നിൽ മേ ബി പല രീതിയിലുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരിക്കാം. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞുള്ള റെസ്ട്രിക്ഷൻസ് ഒക്കെ ഇതിന് ബാധകമാണ്. വയനാടിൻ്റെ കേസിലൊക്കെ പലപ്പോഴും ലാൻഡ് സ്ലൈഡ് സോണിലായിരിക്കും. ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ മുൻകൂട്ടി അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്പാണ് ഈ നോ യുവർ ലാൻഡ് എന്നുള്ള ആപ്പ്. അടുത്ത ഈ ആപ്പ് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ച് നോക്കാം. ഈ ആപ്പ് ഉപയോഗിക്കുന്നതിന് മുന്നേ നിങ്ങൾ കെ സ്മാർട്ട് വെബ്സൈറ്റിൽ നിങ്ങളുടെ മൊബൈൽ വഴിയോ അല്ലെങ്കിൽ ലാപ്ടോപ്പ് വഴിയോ ആദ്യം രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. ഇതിനുവേണ്ടി വെബ്സൈറ്റിൽ ചെന്ന് രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ അതിൽ സിറ്റിസൺ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. അതിനുവേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പറും അതുപോലെ പാൻ കാർഡോ അല്ലെങ്കിൽ ആധാർ കാർഡോ ആവശ്യമാണ്. ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആദ്യം നിങ്ങളതിൽ രജിസ്റ്റർ ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് നോ യുവർ ലാൻഡ് ആപ്പിന് പുറമെ മറ്റു പല സൗകര്യങ്ങളും ഇതിൽ അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം കെ സ്മാർട്ട് നോ യുവർ ലാൻഡ് എന്നുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾ ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം സിറ്റിസൺ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ നേരത്തെ കൊടുത്ത മൊബൈൽ നമ്പറും അതിൽ വരുന്ന OTP ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. അതിനുശേഷം നോ യുവർ ലാൻഡ് എന്നുള്ള ഐക്കൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ഗൂഗിൾ മാപ്പിന് സമാനമായ ഒരു മാപ്പ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ആ മാപ്പിൽ നിങ്ങൾക്ക് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം അതിൽ ലൊക്കേറ്റ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ താഴെ കാണുന്ന ഡ്രോ ടൂൾ, അതായത് വരയ്ക്കാനുള്ളൊരു ടൂൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ ടൂൾ ഉപയോഗിച്ച് ഏകദേശം നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം അതിൽ മാർക്ക് ചെയ്യുക. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. കടലിൻ്റെ സൈഡിലുള്ള ഒരു സ്ഥലത്ത് എങ്ങനെ ഇത് പ്ലോട്ട് ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിനുവേണ്ടി നിങ്ങൾക്ക് വേണ്ട ആ ലൊക്കേഷൻ, ഞാനിവിടെ ഒരു ലൊക്കേഷൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഡ്രോയിങ് ടൂൾ ഉപയോഗിച്ച് 1 2 3 4 എന്ന് ബൗണ്ടറീസ് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളവിടെ ടിക്ക് എന്നുള്ള ഓപ്ഷൻ താഴെ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളൊരു പേരും അതുപോലെ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബിൽഡിങ്ങിൻ്റെ ഒരു ഹൈറ്റും അവിടെ എൻട്രി ചെയ്യുക. ഇത്രയും എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഏത് സോണിലുള്ളതാണ്, അവിടെ എന്തെല്ലാം റെസ്ട്രിക്ഷൻസ് ഉണ്ട്, എന്തെല്ലാം NOCകൾ ആവശ്യമുണ്ട്, അതുപോലുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അവിടെ ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ കഴിയുന്ന പോലെ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. ഇപ്പോൾ ഈ ആപ്പിനെ കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങളൊരു സ്ഥലം വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ആപ്പ് കൂടുതൽ പ്രയോജനപ്പെടുത്തുക. അതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള NOCകളെക്കുറിച്ചും അനുമതികളെക്കുറിച്ചുമെല്ലാം കൂടുതൽ മനസ്സിലാക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ്. താങ്ക്